ഈ പരിശുദ്ധ ഈദ് ദിനത്തിൽ ഈ സദസ്സിൽ സംഗമിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും ഈദ് മുബാറക് എന്ന ഈദിൻ്റെ ആശംസ കൂടി നേരുകയാണ്. ഈ ഈദ് ആഘോഷിക്കാനും ഈദിൽ സംഗമിക്കാനും നമുക്ക് അവസരം കിട്ടി എന്നതിന് നമ്മൾ അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്തുതിക്കണം. അൽഹംദുലില്ലാ. കാരണം ഒരുപക്ഷെ ഈ സൊഫിൽ തന്നെ ഇരിക്കേണ്ട പലരും ശക്തമായ പനിയുടെ ചൂടിൽ പൊള്ളി വിറച്ച് അവരുടെ ബെഡുകളിൽ ചുരുണ്ടുകൂടി കഴിയുകയാണ്. ആ ഗണത്തിൽ നമ്മൾ പെട്ടിട്ടില്ല. ഇതുപോലത്തെ ഈദ് മുസല്ലകളിൽ പങ്കെടുക്കേണ്ട ചിലർ ആ ഈദ് സ്വല കഴിഞ്ഞതിന് ശേഷം അവരുടെ മയ്യിത്ത് നമസ്കരിക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് മാറ്റിവെച്ചിട്ടുണ്ടാകും. മാത്രമല്ല, മീസാൻ കല്ലുകൾക്ക് താഴെ കുടുംബത്തിൻ്റെ ഈദിന് കണ്ണീര് പകർന്നുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയ ആളുകളും ധാരാളമുണ്ട്. അള്ളാഹു എല്ലാവർക്കും അവരുടെ ഖബറിടങ്ങളിൽ വിശാലത കൊടുക്കട്ടെ, സ്വർഗത്തിൻ്റെ കാഴ്ചകൾ പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചികിത്സാ ബെഡിൽ കഴിയുന്നവരും ഹോസ്പിറ്റൽ വരാന്തകളിൽ കഴിയുന്നവരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഈദിന് കുടുംബത്തോടൊപ്പം ഈദ് മുസല്ലയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നതിന് ഒരു അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാൻ കഴിയണം. യഥാർത്ഥത്തിൽ ഇതുപോലത്തെ സന്ദർഭങ്ങൾ ആത്മവിമർശനത്തിൻ്റെയും അതിലൂടെയുള്ള ആശയ രൂപീകരണത്തിൻ്റെയും ഘട്ടങ്ങളാണ്. നമ്മൾ നമ്മുടെ ഒരു സാമൂഹിക പരിസരത്തേക്ക് എത്തി നോക്കിക്കൊണ്ടും നമ്മുടെ ജീവിത ചുറ്റുപാടുകളെ ചിന്തിച്ചുകൊണ്ടുമൊക്കെ ചില കൃത്യമായ അവലോകനങ്ങൾ നടത്തേണ്ട ഒരു സന്ദർഭമാണിത്. ഏറ്റവും അവസാനം ട്വിറ്ററിൽ കണ്ട ഒരു ഫോട്ടോ, കേരളത്തിൻ്റെ പേരിൽ ഒരു പുതിയ ഫിലിം പുറത്തു വന്നപ്പോൾ ആ ഫിലിമിനോടുള്ള കേരളീയരുടെ പ്രതികരണം എന്ന നിലക്ക് ഒരു പള്ളി കമ്മിറ്റി 2 അമുസ്ലിം ദമ്പതിമാരുടെ വിവാഹം നടത്തിക്കൊടുത്തിരുന്നു. എന്നിട്ട് അതിന് കൊടുത്ത ടൈറ്റിൽ ദ റിയൽ കേരള സ്റ്റോറി എന്നാണ്. എന്നാൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ IT സെല്ല് ഓർഗനൈസ് ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്ക് എത്തിയപ്പോൾ ഹിന്ദിയിൽ മനോഹരമായി ടൈറ്റിൽ ചെയ്തത് മുസ്ലിം പള്ളിയിൽ കൊണ്ടുപോയി ഹിന്ദു ദമ്പതികളെ നിർബന്ധപൂർവം ലവ് ജിഹാദിന് വിധേയമാക്കുന്നു, നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു, അതിൻ്റെ നേരിട്ടുള്ള ചിത്രമാണിത് എന്നാണ്. ചുരുക്കത്തിൽ കളവുകളും അർദ്ധസത്യങ്ങളും ഓരോ ദിവസവും ജനിക്കുകയും രൂപം പ്രാപിക്കുകയും വളരെ നിരുപദ്രവകാരി എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യരുടെ മനസ്സുകളിൽ ഉറക്കുകയും ചെയ്യുന്ന, അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുബോധം രൂപീകരിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ സൂര്യോദയവും പുതിയ വിവാദങ്ങളുമായിട്ടാണ്, ഓരോ സൂര്യാസ്തമയവും പുതിയ വിവാദങ്ങളിലേക്കാണ്, ഓരോ രാത്രിയും അർദ്ധരാത്രി പിന്നിടുമ്പോൾ പുതിയ വിവാദം എങ്ങനെ രൂപീകരിക്കണമെന്ന ലാബ് പരിശോധനകൾ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ സംസ്ഥാനം വളരെ കൃത്യമായി പറഞ്ഞാൽ സംഘപരിവാര ശക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ലബോറട്ടറിയായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വേണ്ട ഒരു പരീക്ഷണശാലയായി അതിൻ്റെ പ്രവർത്തനങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് ചില ആത്മപരിശോധനകളും ചിന്തകളൊക്കെ ആവശ്യമുണ്ട്. അതിൻ്റെ എല്ലാം ഉപരി സമുദായത്തിൻ്റെ ഉള്ളിലെ ധ്രുവീകരണങ്ങളും കുത്തുവാക്കുകളും വിമർശനങ്ങളും ചേരിതിരിവുകളും അതും നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമയിൽ മാതൃകയുണ്ട് എന്നാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമയിൽ മാതൃകയുണ്ട് എന്ന ഖുർആന്റെ വചനം ഖുർആൻ അവതരിക്കുന്ന കാലത്തേക്ക് മാത്രമുള്ളതല്ല. പടിഞ്ഞാറിലെ സൂര്യോദയ നാൾ വരെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും അവരുടെ സമഗ്രമായ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലേക്കും വേണ്ടയും വേണ്ട അത്രയും മെസ്സേജുകൾ പകർന്നു നൽകിക്കൊണ്ടാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ലോകത്ത് നിന്ന് യാത്രയായത്. ആ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ വഴിയെ ഏറ്റെടുത്തുകൊണ്ടാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ അന്തിമ എപ്പിസോഡ് പൂർത്തീകരിച്ചതും ഇനിയൊരു പ്രവാചകൻ ആവശ്യമില്ലാത്ത വിധം ഒരു വേദഗ്രന്ഥം ഏത്
സമൂഹത്തിൻ്റെയും മുന്നിൽ ഏത് തരം വെല്ലുവിളികൾക്കും ഏത് തരം വിമർശനങ്ങൾക്കും ഏത് തരം എതിരാളികൾക്കും മുന്നിൽ വളരെ ശക്തമായി സമർപ്പിച്ചതും അതിലെ ഒരു അക്ഷരത്തിനോ ഒരു വാചകത്തിനോ ഒരു വരിക്കോ ഒരു നിമിഷം പോലും പോറലേൽക്കാതെ അവതരിച്ച നാൾ മുതൽ അത് ഇന്ന് നിലനിൽക്കുന്നതും എന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ സന്തോഷപൂർവ്വം പറയാവുന്നതാണ്. അതുകൊണ്ട് അത്തരം ഒരു പരിശോധനയാണ് ഇന്നത്തെ ഈ ഈദ് ദിനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കണം, അവൻ വിശ്വാസിയാവുക എന്നത് തന്നെ അവന് പരീക്ഷണത്തിന് വിധേയമാവുക എന്നതിൻ്റെ ഒരു കാരണമാണ്. ഒരാൾ വിശ്വാസിയായി, ഒരാൾ തൗഹീദ് ഉൾക്കൊണ്ടു, ഒരാൾ അള്ളാഹുവിൻ്റെ ദീനിന്റെ നിയമങ്ങൾ അനുസരിച്ച് പോകുന്ന ഒരാളാണെങ്കിൽ അതവനുണ്ടാകും, അതിനവൻ വിധേയനാകും. അത് ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിലും ഓരോ രൂപത്തിലും ഓരോ കോലത്തിലും ആയിരിക്കും. അതുകൊണ്ട് അതിനെ അവൻ നേരിടണം എന്നത് ഉൾക്കൊള്ളാൻ പറ്റിയാൽ പിന്നെ ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും ഒരു പ്രശ്നമല്ല. അല്ലെങ്കിൽ നമ്മൾ ഞെട്ടിക്കൊണ്ടേയിരിക്കും, നമ്മൾ പേടിച്ച് ഭയവിഹ്വലരായി പിന്മാറിക്കൊണ്ടിരിക്കും, നമ്മുടെ കയ്യിലുള്ള അടയാളങ്ങളെയും ചിഹ്നങ്ങളെയും നിലപാടുകളെയും അഴിച്ചു വെക്കും. നമ്മൾ ഉൾക്കൊള്ളണം, വിശ്വാസിയായാൽ തന്നെ ആ വിശ്വാസിക്ക് വ്യക്തമായ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്, യൂശക്കുൽ ഉമം അൻ തദഅ അലൈക്കും കമാ തദഅ അലഖലതു മിൻ ഖസ്അതിഹാ. നിശ്ചയം ഭക്ഷണപാത്രത്തിൽ നിന്ന് ഭക്ഷണക്കൊതിയന്മാർ ഭക്ഷണം വാരി വിഴുങ്ങും പോലെ നാനാ ദിക്കുകളിൽ നിന്നും നിങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. എന്തിനേയും, കൊറോണ വന്നാൽ കൊറോണയെ, പ്ലേഗ് വന്നാൽ പ്ലേഗിനെ, തുപ്പുന്നതിനെ, പരക്കുന്നതിനെ, ചുമക്കുന്നതിനെ ഒക്കെ ഇസ്ലാമിക സമൂഹത്തിന് അപമാനത്തിന്റെ മാലപ്പടക്കങ്ങളായി അവരുടെ കഴുത്തിലണിഞ്ഞ് കുറച്ചു നേരത്തെ ബഹളങ്ങൾക്കു ശേഷം അടുത്ത വിവാദം നിർമ്മിക്കുന്ന തിരക്കിലാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പോകുന്നത്. ഇനി തിരിച്ച് തൗഹീദ് ഉൾക്കൊണ്ട ഒരാളാണെങ്കിൽ തൗഹീദില്ലാത്ത സമൂഹത്തിൽ നിന്ന് അയാൾക്ക് കുത്തുവാക്കുകളെ നേരിടേണ്ടി വരും. തൗഹീദ് ഉൾക്കൊള്ളാത്തൊരു സമൂഹം അയാളെ എന്നും പ്രതിചേർത്തുകൊണ്ടിരിക്കും. ഇത് ഞാൻ പറയണല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. വൈദാ ദുക്കിറല്ലാഹു വഹ്ദഹു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അവനെ മാത്രം വിളിക്കണമെന്നും അവന്റെ വഴിയിൽ മാത്രം സഞ്ചരിക്കണമെന്നും പറയപ്പെട്ടാൽ ഇഷ്മഅസത്ത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, നിശ്ചയമായും അള്ളാഹുവിനെ ആ അർത്ഥത്തിൽ വിശ്വസിക്കാത്ത, പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകളുടെ മനസ്സിൽ വെറുപ്പുണ്ടാകും. വൈദാ ദുക്കിറൽ ലദീന മിൻ ദൂനിഹി, അള്ളാഹ്ക്കു പുറമെ അള്ളാഹു അല്ലാത്തവരെയും വിളിക്കാമെന്നും സ്വീകരിക്കാമെന്നും ആർക്കും ആരെയും ആരാധിക്കാമെന്നും പറഞ്ഞാലോ ഇദാഹും യസ്തബ്ശിറൂൻ, അവർ സന്തുഷ്ടരായിരിക്കും. അപ്പോ നമ്മൾ ഉൾക്കൊണ്ടൊരാശയത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സംതൃപ്തരാകണമെങ്കിൽ അതൊന്നും വലിയ പ്രശ്നമല്ല, ഞാൻ അതിലൊക്കെ ആവശ്യമുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു കൊള്ളാം എന്നൊരു നിലപാടിലേക്ക് എത്താത്തിടത്തോളം കാലം ചുറ്റുമുള്ള സമൂഹം അസ്വസ്ഥരായിരിക്കും. അവർ നമ്മെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സ്ഥാനത്തിനും അവസ്ഥക്കും ചുറ്റുപാടിനും അനുസരിച്ച് അവർ നമ്മെ കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ടിരിക്കും എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഓരോരുത്തരും ആ ഒരു തത്വം ഉൾക്കൊണ്ടുകൊണ്ട് പോകുമ്പോൾ തീർച്ചയായും മൂന്നാമത്തെ ഒരു പ്രതിസന്ധി ഇവിടെ ഉള്ളത്, നമ്മുടെ സമൂഹം സെക്കുലർ ആയിക്കൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. എന്തിലാണ് സെക്കുലർ ആകണമെന്ന് മാത്രം അറിയില്ല. ഓരോരുത്തരും അവരുടെ വിശ്വാസവും അവരുടെ സമീപനവും ശരിയാണെന്നും അതിലാണ് ജീവിക്കേണ്ടതെന്നും വരുന്നതോടുകൂടെ നേരെ 6-ാം നൂറ്റാണ്ടിന്റെ ബസ് കയറ്റലാണ്. നീയൊന്നും 6-ാം നൂറ്റാണ്ടിന്റെ ബസ് ഇറങ്ങിയിട്ടില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? പർദ്ദ ഇടുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പർദ്ദ എന്നത് അത് ഏറ്റവും വലിയ അടിമത്തത്തിന്റെ ചിഹ്നമായി 24 മണിക്കൂറും ലോകത്ത് നൂറുകണക്കിന് ഭാഷകളിൽ പരിചയപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശബ്ദതരംഗങ്ങളെ അന്തരീക്ഷത്തിൽ നിന്ന് പിടിച്ചെടുക്കാവുന്ന ഒരു ഡിവൈസ് നിങ്ങളിവിടെ സെറ്റ് ചെയ്താൽ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഇപ്പോ ലോകത്തെ ഏത് ഭാഷയിലും ഇസ്ലാം വിമർശനങ്ങൾ ഇഷ്ടം പോലെ കിട്ടിക്കൊണ്ടിരിക്കും. പ്രവാചകനെതിരെയുള്ള കടന്നാക്രമണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് എന്താകാൻ പറ്റും? ഞാൻ അങ്ങനെ ഒരു പ്രവാചകന്റെ ആളാകണില്ല, എനിക്കങ്ങനെ ഒരു ഇസ്ലാമിന്റെ വേഷം വേണ്ട, എനിക്കങ്ങനെ ഒരു ഇസ്ലാമിന്റെ ചിഹ്നം വേണ്ട എന്ന ചിന്തയിലേക്ക് വേണമെങ്കിൽ എത്താൻ പറ്റും. അവിടെയൊക്കെ ഉൾക്കൊള്ളേണ്ടത് സമാനുൻ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിനൊരു കാലം വരാനുണ്ട്. അൽ ഖാബിദു അലാ ദീനിഹി, ദീനിന്റെ നിലപാടുകളെ മുറുകെ പിടിക്കുന്ന വ്യക്തി കൽ ഖാബിദു അലാ ജംറത്തിൻ മിനന്നാർ, ഒരു തീക്കട്ട കൈപിടിക്കുന്ന ആളെപ്പോലെയായി മാറുമെന്നാണ്. ഒരുപക്ഷെ വെട്ടത്തൂർ അങ്ങാടിയിലൂടെയും നമ്മുടെ നാട്ടിലെ കൃഷിസ്ഥലത്തൂടെയും നമ്മുടെ നാട്ടിലെ കല്യാണ പന്തലിലൂടെയും മരണസദസ്സിലൂടെയും മാത്രം നടക്കുന്ന മുതിർന്ന ആളുകൾക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുകയില്ല. എന്നാൽ നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളിലേക്കോ കൂടുതലും കേരളത്തിന്റെ പുറത്തുള്ള ക്യാമ്പസുകളിലേക്കോ ഒക്കെ പോകുമ്പോൾ അവിടെ നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന അന്തസംഘർഷങ്ങൾ വലുതാണ്. ഒരു മുസ്ലിമാണ് എന്ന നിലപാടോടുകൂടെ വേഷം ധരിച്ചെത്തിയ പ്രശ്ന
നിങ്ങൾ ഒരു വയലിന്റെ പരിപാടിക്ക് ഒരു മറ കെട്ടിയ പ്രശ്നമാണ്. മറ കേരളത്തിൽ വിവാദമായി, അല്ലെ? മറ കേരളത്തിൽ വിവാദമായി. അടുത്ത മണിക്കൂറിൽ മറ വിവാദമാക്കിയവർക്ക് ആ വിവാദം അവസാനിപ്പിക്കേണ്ടി വന്നു. കാരണം മറക്കു പിന്നിൽ മറക്കുന്നത് എന്താണ് എന്നത് നമ്മൾ കൃത്യമായി ആ അടുത്ത മണിക്കൂറുകളിൽ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ അത്ര മോശമൊന്നുമല്ലാത്തതുകൊണ്ട് അടുത്ത മണിക്കൂറുകളിൽ ഓരോന്നെടുത്ത് പുറത്തു കിട്ടു. മറക്കു പിന്നിൽ മറക്കുന്നത് സ്വന്തം ഉമ്മയും സ്വന്തം പെങ്ങളുമായി വരെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സെക്യുലറിസമാണ്, അത് വിശാലതയാണ്, അത് സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നവരാണ് ഈ മറ എടുത്തൊഴിവാക്കാൻ ശ്രമിക്കുന്നത് എന്നതടക്കമുള്ള വിഷയങ്ങൾ പുറത്തേക്ക് എടുത്തിടേണ്ടി വന്നു എന്നത് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ നോക്കി, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇവിടെ മാതൃകയാണ്. എന്തൊക്കെ കണ്ടു? തീക്കുണ്ടാരം കണ്ടു. ആളുകൾ ഇങ്ങനെ വിറകിന്റെ കെട്ടുകയറ്റിയിട്ട് പിന്നെ പാടത്തുകൂടിയും പറമ്പിലൂടെയും ഊടുവഴികളിലൂടെയും നാട്ടുവഴികളിലൂടെയും നടന്നു വരികയാണ്. തീ ഇങ്ങനെ ആളിക്കത്തുകയാണ്. എല്ലാം പൂർത്തിയായപ്പോ ഓർഡർ വന്നപ്പോ അദ്ദേഹം പതുക്കയിലേക്ക് നടന്നു കയറി. ചരിത്രത്തിൽ കാണാം 40-50 ദിവസം ആ തീ ആളിക്കത്തിയതാണ്. ആ 40-50 ദിവസം ആളിക്കത്തുന്ന അത്ര വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കി അതിലേക്ക് കയറ്റിയപ്പോഴും 1 ഇഞ്ച് പതറിയില്ല, 1 നിമിഷം പതറിയില്ല. അദ്ദേഹം വളരെ ശക്തമായി നിലകൊണ്ടു. അങ്ങനെ സ്വന്തം ആശയത്തിലും ആദർശത്തിലും നിലകൊണ്ടാൽ എന്താ സംഭവിക്കുക? ആത്യന്തികമായി അതിനൊരു സംരക്ഷണം ലഭിക്കുമെന്ന പാഠം. ഒരുപക്ഷെ ഇൻഫെക്റ്റ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാനസിക ശാരീരിക പീഡനങ്ങളോ സാമ്പത്തിക നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകാം. എന്നാൽ അതിന്റെ അപ്പുറത്ത് വലിയ ഒരു സാധ്യതയുടെ ലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു വെച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ഇബ്രാഹിം നബിക്ക് കിട്ടിയതുപോലെ ദുന്യാവൻ തന്നെ കിട്ടും. ചിലപ്പോ അത് പരലോകത്തെ മീസാനിലെ കനമുള്ള അമലായി മാറാൻ കാത്തിരിക്കാനുള്ള സബർ വേണ്ടി വരും എന്ന വലിയൊരു പാഠം ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഹിജ്റ പോകേണ്ടി വന്നു, അദ്ദേഹത്തിന് ഹിജ്റ പോകേണ്ടി വന്നു. അദ്ദേഹത്തെ ഭരണകൂട ഭീകരതയെ അദ്ദേഹം നേരിടേണ്ടി വന്നു. അപ്പോ ഒന്നാമത്തെ കാര്യം, പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, വിവാദങ്ങൾ പുതിയത് ജനിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും വിവാദമാക്കാൻ സാധ്യതയില്ലാത്തതും വിവാദമാക്കിക്കൊണ്ടിരിക്കും. വലിയ തരം നുണകളെ സത്യമാണെന്ന് ലോകം വിശ്വസിക്കും, അല്ലെ? നമ്മൾ കേരള സ്റ്റോറി എന്നുള്ള ഫിലിമിന്റെ പശ്ചാത്തലത്തിലൂടെയാണ് കേരളം പോകുന്നത്. അതിന്റെ റിയാക്ട് വീഡിയോകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും സത്യമല്ലാത്തൊരു കാര്യത്തെ വിശ്വസിക്കുന്നവരോടുണ്ട്. അത് ലോകത്തൊരു മെക്കാനിസമാണ്. ജൂതൻ പ്ലാഗ് രോഗം പ്രചരിപ്പിക്കുന്നവനാണ് എന്ന് നാസി ജർമ്മനിയിൽ ഹിറ്റ്ലർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. എലിയെ കണ്ടാൽ, പ്ലാഗ് എന്ന് കേട്ടാൽ ജൂതൻ ഓർമ്മ വന്ന് മറ്റുള്ളവർ തല്ലിക്കുന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതൊരു മെക്കാനിസമാണ്. ആ മെക്കാനിസം ഇവിടെ വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കണം എന്നത് തന്നെയാണ്. ഉറച്ചു നിന്നാൽ അതിന് ഗുണമുണ്ടാകുമെന്നതാണ്. ട്രോളുകൾ കാണുകയാണ്. താടി വെച്ച ഒരാള്, മുഖമക്കന ധരിച്ചൊരു പെൺകുട്ടി ഒരു ഹിന്ദു പെൺകുട്ടിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ, നീ എന്റെ അടുത്തേക്ക് വരണ്ട, നിന്റെ പദ്ധതി എനിക്ക് അറിയാം എന്നാണ് ഒരു ട്രോള്. മുഖമക്കന ധരിച്ചൊരു പെൺകുട്ടി ഇങ്ങനെ വരുന്നു. അപ്പോ ഈ തലയിൽ തട്ടിടാത്ത ഒരു ഹിന്ദു പെൺകുട്ടി പറയണെന്ത്, നിന്റെ പരിപാടി എനിക്കറിയാം, മറ്റേ കേരള സ്റ്റോറിയിൽ ഞാൻ കണ്ടാണ്, ഞങ്ങളെ സിറിയയിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടി അല്ലേ എന്നാണ് ട്രോള്. ഇങ്ങനത്തെ ട്രോളുകൾ കാണുമ്പോ, താടി ഭീകരവാദത്തിന്റെ ചിഹ്നമായി ചിത്രീകരിക്കപ്പെടുമ്പോ, പർദ്ദയും ഹിജാബും അഴിച്ചുവെക്കാനുള്ള ആഹ്വാനങ്ങൾ ഉണ്ടാകുമ്പോ നിലപാടിൽ നിൽക്കാൻ പഠിക്കണം എന്നതാണ്. നീ വഹാബി ആയില്ലേ എന്ന് ചോദിക്കുമ്പോ എടുത്തു പറയണേന്ന്, നീ വഹാബി ആയില്ലേ എന്ന് ചോദിക്കുമ്പോ വിറക്കണ്ടവരല്ല നമ്മള്, നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമോട് അദ്ദേഹത്തിന്റെ ഉപ്പ പറയണം, ഖാല അറാദിബുൻ അൻ ആലിഹതി യാ ഇബ്രാഹിം, ഞാൻ ഉണ്ടാക്കണേ നമ്മുടെ വീട്ടിൽ നിന്ന് എന്റെ കൈകൾ കൊണ്ട് ഞാൻ പണിതുണ്ടാക്കുന്ന വിഗ്രഹങ്ങളെ നീ വെറുത്തൊഴിവാക്കുകയാണോ? ലൈലം തൻതഹി ലഅർജുമന്നക്, നീ അതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞോടിക്കും. വഹ്ജുർനി മലിയ, ഞാൻ നിന്നെ ഈ വീട്ടിൽ നിന്ന് കുറെ ദീർഘകാലത്തേക്ക് പുറത്താക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 18-19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനോടാണ് അത് പറയുന്നത്. ആ ഭരണകൂടം അദ്ദേഹത്തിന് എതിരാണെന്നറിയാം. പുറത്തേക്ക് ഇറങ്ങിയാൽ എങ്ങോട്ട് പോകണമെന്നറിയില്ല. എന്താ അദ്ദേഹം പറഞ്ഞത്? ഖാല സലാമുൻ അലൈക്, വാക്കൊന്നും പഴച്ചില്ല. നമ്മളൊരാൾക്കൊരു നല്ല കാര്യം ഉപദേശിച്ചു കൊടുക്കുമ്പോ, മക്കളോട് സംസാരിക്കുമ്പോ, മാതാപിതാക്കളോട് സംസാരിക്കുമ്പോ, ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പോ ദീന് പറയുമ്പോ ആദ്യം പ്രഷറാണ് വരിക, 4 ചീത്തയാണ് പറയാ. ഇവിടെ അദ്ദേഹം ആ പക്വത കാണിക്കാണ്, പ്രവാചകത്വത്തിന്റെ പക്വത കാണിക്കാണ്. ഖാല സലാമുൻ അലൈക്, നിങ്ങൾക്ക് റബ്ബിൽ നിന്നുള്ള രക്ഷ ഉണ്ടാകട്ടെ. സസ്തഗ്ഫിറു ലക്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ നടത്തും റബ്ബി, എന്റെ റബ്ബിനോട്. ഇന്നഹു കാന ബി ഹഫിയ, ഇപ്പൊ എന്നെ പുറത്താക്കുകയാണെങ്കിലും എന്റെ പടച്ചോൻ എന്നോട് ഹഫിയാണ്, ദയുള്ളവനാണ്. ഇവിടുന്ന് ഇറങ്ങിയാലും ഞാൻ പൊരിവെയിലത്താകൂല, ഞാൻ കുടുങ്ങൂലപ്പാ. ഇവിടുന്ന് ഞാൻ ഇറങ്ങിയാലും ഞാൻ കുടുങ്ങൂല. ഇതാകണം മനസ്സ്. മനസ്സിലായില്ലേ? നിങ്ങൾ തൗഹീദ് ഉൾക്കൊണ്ടു, തൗഹീദിന്റെ നിലപാടിലേക്ക് വന്നു. കുടുംബം അത്തരം ഒരു ആശയം ഉൾക്കൊണ്ടിട്ടില്ല.
അപ്പൊ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംഘർഷമുണ്ട്, ആർക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ട് മനസ്സിലാകാത്തൊരു സംഘർഷമുണ്ട്. ആ സംഘർഷാവസ്ഥയിൽ നമുക്ക് ഓർമ്മ വരണം. വീട്ടിൽ നിന്ന് ഇറക്കിയാണ് വിട്ടപ്പോഴേ ഉപ്പ അങ്ങക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം എന്നും പറഞ്ഞിട്ട് എന്നോട് എന്റെ റബ്ബ് കാരുണ്യം കാണിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയാണ്. നോക്കൂ നിങ്ങൾ, റബ്ബ് ഒഴിവാക്കൂല എന്നുള്ളതിന്റെ തെളിവെന്താ? കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പരാമർശിച്ചു പോയൊരു ഭാഗമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഹാജറയെ മക്കത്താക്കിയിട്ട് പോവാണ്, തിരിഞ്ഞു നോക്കണില്ല, ഹദീസ് കാണാം, അതെങ്ങനെ പോവാണ്, നടന്നു പോവുകയാണ്, വണ്ടിയിൽ പോവുകയാണ്. അപ്പൊ ഈ ചെറിയ കുഞ്ഞിനെയും കയ്യിൽ വെച്ചിട്ട് ഹാജറ ബീവി പിന്നാലെ ഓടുകയാണ്. ഇബ്രാഹിം എങ്ങോട്ടാണ് അങ്ങ് പോകുന്നത്, ഞങ്ങൾ ഇവിടെ ആക്കിയിട്ട് എങ്ങോട്ടാണ് അങ്ങ് പോകുന്നത്? അദ്ദേഹം പ്രതികരിക്കണില്ല. കാരണം പടച്ചോൻ ഏൽപ്പിച്ചതാണ്, പടച്ചോൻ അതിന് വഴി കണ്ടിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചതുകൊണ്ട്. മാത്രമല്ല, പടച്ചോനെ ഏൽപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം അവർക്ക് വേണ്ട കുറച്ച് വെള്ളവും കുറച്ച് ഭക്ഷണം അവിടെ റെഡിയാക്കി വെച്ചിട്ടാ പോണത്. പടച്ചോൻ ഏൽപ്പിച്ചതല്ലേ, പടച്ചോൻ കൊടുത്തോളൂ എന്ന് പറയണില്ല. അവസാനം ഹാജറ തിരിച്ചു ചോദിക്കുകയാണ്, അല്ലാഹുല്ലദീ അമറക ബിഹാദ, അള്ളയാണോ അങ്ങനെ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചത്? ഒറ്റ വാക്ക്, ഖാല നഅം, അതെ, അങ്ങ് ഇറാഖിലേക്ക് സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയുടെ കൊട്ടാരം നിൽക്കുന്ന മണ്ണിലേക്ക് വീണ്ടും ദഅവത്തിന്റെ പ്രക്രിയയെ ഏറ്റെടുക്കാൻ വേണ്ടി പോകുമ്പോ കുഞ്ഞിനെയും ഭാര്യയും തിരിഞ്ഞു നോക്കാതെ, നോക്കിയാൽ വയസ്സാം കാലത്ത് കിട്ടിയ കുഞ്ഞിന്റെ മുഖം തന്നെ അസ്വസ്ഥതപ്പെടുത്തുമെന്ന് പേടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ നഅം, അതേന്ന്. അപ്പൊ അവര് കൊടുത്ത ഉത്തരം തരയോ, ഇതല്ല യുളയ്യുന. ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അള്ള ഞങ്ങളെ അങ്ങനെ ഒഴിവാക്കൊന്നുമില്ല, അള്ള ഞങ്ങൾ ഒഴിവാക്കൂല, ഞങ്ങൾക്ക് അതിന് വഴി ഉണ്ടാകും. അപ്പോ ഹക്കിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് വഴി ഉണ്ടാകും. ലൈസ ഫീഹാ അഹദുൻ, മക്കത്ത് ആരുമില്ലാത്ത കാലത്ത്, ഒരാട്ടിൻ കുഞ്ഞോ ആട്ടിടയനോ ഒരു പക്ഷിയോ പ്രാണിയോ ഇല്ലാത്ത കാലത്ത് വന്നതാ. ഇപ്പൊ എന്തായി? സംസം ഒഴുകി, അല്ലെ? സംസം ഒഴുകി ലോകത്തെ ആയിരക്കണക്കിന് ഗ്രാമങ്ങളിലേക്ക് ഭക്ഷണം പിന്നെ ഉണ്ടാകുന്ന, സാമ്പത്തികം ഉണ്ടാക്കുന്ന നാടായി. അള്ളാഹുവേ, ഈ നാടിന് നീ, ഈ നാട്ടുകാർക്ക് നീ ഭക്ഷണം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ ഉത്തരം ഇന്നും നിലനിൽക്കുകയാണ്. ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയുടെ ആ പിന്നെ ലിസ്റ്റിൽ വരാതെ നിലനിന്നൊരു രാഷ്ട്രമായിരുന്നു സൗദി അറേബ്യ. അവര് ഇസ്ലാമികമായ മൂല്യങ്ങൾ ചിലതെങ്കിലും പാലിക്കുന്നു എന്നതാണ് അതിന്റെ ഗുണമായി നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, നമ്മളിൽ പലതും അനുഭവിക്കുന്നുണ്ടാവും ജീവിതത്തിൽ, പലരും പല രീതിയിൽ അനുഭവിക്കുന്നുണ്ടാവും. അനുഭവിച്ചിട്ടില്ലെങ്കിൽ അനുഭവിക്കാനിരിക്കുന്ന നാളുകളിലേക്കാണ് പതിയെ നമ്മൾ എത്തുന്നത്. നാട് രൂപാന്തരം പ്രാപിക്കുന്നത് അങ്ങോട്ടാണ്. ഫാഷിസം വിഴുങ്ങിനെ കുറിച്ചൊന്നല്ല ഞാൻ പറയുന്നത്, അതൊരു താൽക്കാലിക നടപടിക്രമം മാത്രമാണ്. ഏതാനും നീളുന്ന വർഷങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അത് അതിലേറെ ശക്തമായി വെറുപ്പിന്റെ അടിത്തറകളിൽ രാഷ്ട്രം പണിത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ നശിച്ചതിന്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ഭീരുക്കളും പേടിക്കുന്നവരുമായി പിന്നോട്ട് പോകരുതെന്ന് മാത്രം, എനിക്ക് പേടിയില്ലെന്ന് പറഞ്ഞ് അവിവേകം കാണിക്കുന്നവരുമാകരുതെന്ന് മാത്രം. നമ്മുടെ വാക്കോ നമ്മുടെ പ്രവൃത്തിയോ നമ്മുടെ നോട്ടമോ അവർക്ക് അവരുടെ ആശയം പ്രചരിപ്പിക്കാനുള്ള വടിയായി കൊടുക്കരുതെന്ന് മാത്രം. അല്ലാത്ത കാലത്തോളം 27 ലക്ഷം ജനങ്ങൾ അധികാരത്തിലേറ്റി ഈ അധികാരം നിലനിർത്താൻ വേണ്ടി മറ്റുള്ളവരെ നടന്നു കൊന്ന അതേ ജനത, നാസി ജർമ്മനിയെ അധികാരത്തിലേക്ക് എത്തിച്ച അതേ ജനത, അവർക്കിതിന്റെ സത്യം ബോധ്യപ്പെട്ട ആദ്യത്തെ ദിവസം ഉരുളൻ കല്ലുകൾ കൊണ്ട് കാത്തിരുന്നു. ഉന്നതനായ ഏറ്റവും വലിയ യുദ്ധോപകരണങ്ങൾ കയ്യിലുള്ള ഭരണാധികാരിയെ ജനം തന്റെ കൊട്ടാരത്തിന്റെ ചുറ്റും വളഞ്ഞിരിക്കുന്നു എന്നറിഞ്ഞപ്പോ സ്വന്തം പത്നിക്ക്, സ്വന്തം കാമുകിക്ക് നെറ്റിയിലേക്കൊരു ഷൂട്ട്, തലക്കൊരു വെടിവെച്ച് അയാൾ അവസാനിക്കും മുമ്പ് നായകനെ പോലും അവർക്ക് കൊടുക്കണ്ടാന്ന് തീരുമാനിച്ചു. നായനെയും കൊന്നു. ഇയാൾക്ക് വേണ്ടി പ്രൊപ്പഗണ്ട എടുത്ത ഇയാളുടെ പ്രൊപ്പഗണ്ട മിനിസ്റ്ററോ പോൾ ജോസഫ് ഗീബൽസ്, അയാൾക്ക് എന്താ സംഭവിച്ചത്? 6 കുഞ്ഞുങ്ങൾക്ക് സൈനൈഡ് കൊടുത്തു, ഭാര്യയ്ക്കും സൈനൈഡ് കൊടുത്തു. കൊല്ലണിന് മുമ്പ് അയാൾ പറഞ്ഞു, ലോകത്തെ ഏറ്റവും അതിക്രമിയായ ഭരണാധികാരികളിൽ ഞാൻ നാളെ എണ്ണപ്പെടും എന്ന വിലാപത്തോടെയാണ് പോയത്. ഇതിന്റെയൊക്കെ അന്ത്യം അവിടെയാണ്. ഞാൻ പറയുന്നത് അതിനെ കുറിച്ചൊന്നുമല്ല. ലിബറലിസം നമ്മളെ വാരിപ്പുണർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക ആശയങ്ങൾ നമുക്ക് തന്നെ ഇഷ്ടല്ലാതാകുന്ന ഒരു കാലത്തേക്ക് എത്തുകയാണ്. ആശയം സ്വീകരിക്കുമ്പോഴാണ് പീഡനങ്ങളുണ്ട്. നോക്കൂ നിങ്ങൾ, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഒരു സ്വഹാബി പുറത്ത് അടി കിട്ടിയിട്ടുണ്ട്, ചോര വാർന്നൊഴുകിയാണ് വരുന്നത്. കൂടെ 2-3 ആളുകളുണ്ട്. നബിയെ, ഇതിനൊക്കെ ഒരു അന്ത്യം ഉണ്ടാകുമോ, എന്താ ഞങ്ങൾ അവസ്ഥ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ധൃതി കൂട്ടുകയാണ്. ഈ വാക്ക് എപ്പോഴും ഓർത്തു വെക്കണം കേട്ടോ, ഈ വാക്ക് എപ്പോഴും ഓർത്തു വെക്കണം. നമുക്ക് വികാരം കയറുമ്പോഴും നമ്മളെ ഇതിങ്ങനൊന്നും പോയപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം എന്നുള്ള നിലയ്ക്ക് ആയുധം എടുക്കാനും കരാട്ട പഠിക്കാനും ഒക്കെ ഒരുങ്ങുമ്പോഴും നമ്മളെ ഈ കാര്യം ശരിക്കും ഓർക്കണം. എന്താ, നിങ്ങൾ ധൃതി കൂട്ടുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മളെ കുടുംബത്തിൽ നിന്ന് നമുക്ക് പീഡനം വരികയാണ്,
നീ വഹാബിയാണെന്നുള്ള ആക്ഷേപം വരികയാണ്. അവിടെ നമുക്ക് ഈ വാചകം ഓർമ്മ വരണം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾക്കൊരു സമൂഹത്തെ അറിയോ, അവരിൽപ്പെട്ട ആളുകളെ നേരെ കുഴി ഉണ്ടാക്കും, അതിലേക്ക് ഇറക്കി നിർത്തും, വാളുകൊണ്ട് തലങ്ങട്ട് രണ്ടായിട്ട് പിളരും, എന്നിട്ടോ അതിലെ മാംസം അങ്ങനെ ഈ ഇരുമ്പിന്റെ ചീർപ്പുകൊണ്ട് വാർന്നെടുക്കും, അവരങ്ങനെ അവസാനിക്കും. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വമാ യസുദ്ദുഹു ദാലിക അൻ ദീനിഹി, വമാ യസുദ്ദുഹു ദാലിക അൻ ദീനിഹി. അത്രയും ചെയ്തിട്ടും അവരുടെ നിലപാടിൽ നിന്ന് അവർ മാറിയിട്ടില്ല. ഓരോരുത്തർ അങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലണത് കണ്ടിട്ടും അവരുടെ നിലപാടിൽ നിന്ന് അവർ മാറിയിട്ടില്ല. അസ്ഹാബുൽ ഉഖ്ദൂദിനെ ഈ ഘട്ടത്തിൽ ഓർക്കണം നമ്മൾ. ഓരോരുത്തരായിട്ട് ഇങ്ങനെ തീയിലേക്ക് ഇടുകയാണ്. അവസാനം ഒരു ഉമ്മയും ഒരു കുഞ്ഞും വന്നു. ഇവന് കുറെ വളരാനുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഉമ്മ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോ കുഞ്ഞ് ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉമ്മച്ചിയെ നമുക്ക് പോണം, നമുക്കും വേണം സ്വർഗം, അവരൊക്കെ പോയി സ്വർഗത്തിലേക്ക് നമുക്കും പോണം. അവസാനം നിലപാട് മാറ്റണം ഉമ്മാനെയും കൊണ്ട് അവൻ തീയിൽ ഇങ്ങനെ അവസാനിക്കുമ്പോ ഖുർആൻ പറയാണ്, വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. ഉന്നതനായ റബ്ബിനെ സ്വീകരിച്ചു എന്നതല്ലാത്ത ഒരു കുറ്റവും അവർ ചെയ്തിട്ടില്ല, വേറൊരു പ്രശ്നം അവർക്ക് ഉണ്ടായിട്ടില്ല എന്നാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങനെ തന്നെ കാണണം. മൂന്നാമത്തെ കാര്യം എന്താ അറിയോ, ഇങ്ങനെ നിൽക്കണമെങ്കിൽ ആഴത്തിൽ പഠിക്കാൻ പറ്റണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താ ചെയ്തത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, പടച്ചോനെ മരിച്ചവരെ ജീവിപ്പിക്കണത് അരിനി കൈഫ തുഹിയിൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കണത് എനിക്ക് നീ കാണിച്ചു തരണമെന്ന്. എന്താ കാരണം? അള്ളാഹു ചോദിച്ചു, ഇബ്രാഹിം നീ വിശ്വസിക്കണില്ലേ? അതെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ വലാകിൽ യത്മഇന്ന ഖൽബി, എന്റെ കൽബിന് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് പടച്ചോനെ, എന്റെ കൽബിന് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദീനി രംഗത്തുള്ള പഠനം ശക്തമായിട്ട് തുടരണം. ശക്തമായിട്ട് തുടരുമ്പോ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ധൈര്യം ഉണ്ടാകും, മനസ്സിൽ വല്ലാത്ത ആശ്വാസം ഉണ്ടാകും. മോളെ കല്യാണം 4-ാം വട്ടം മുടങ്ങി, മോന്റെ കല്യാണം 5-ാം വട്ടം മുടങ്ങി എന്ന് വരുമ്പോഴും ഞാൻ ശരിയായ റൂട്ടിലാണ്, അതാണ് എനിക്കെതിരിൽ ഇങ്ങനെ ആക്ഷേപം പറയാനുള്ള കാരണം എന്നത് നമുക്ക് നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇസ്ലാം വിമർശകർ ഓരോന്നും നമ്മുടെ വാട്സാപ്പിലേക്കും നമ്മുടെ ഫേസ്ബുക്കിലേക്കും അനുദിനം വന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ വേറൊരു രംഗത്ത് ഒരു രാജ്യം അവരുടെ സ്പോർട്സിന്റെയും ഗെയിംസിന്റെയും ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയത്, ഈ ഏറ്റവും അവസാനത്തെ മാസങ്ങളിൽ ഉൾപ്പെടുത്തിയത് എന്താണെന്നറിയോ? ലൈവായിട്ട് വ്യക്തികൾ സെക്സ് ചെയ്യുന്നത് ഇനിയൊരു സ്പോർട്സ് ഐറ്റമായി ലോകത്ത് വരാൻ പോവാണ്. സ്വാഭാവികമായിട്ടും അത് റീൽസായി ഷോർട്സായി നിങ്ങൾ ഒരു പോൺ വീഡിയോ കാണുന്ന സൈറ്റിലേക്കും പോണ്ട, അത് നമ്മുടെ കൺമുന്നിലേക്ക് വരുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദീന് ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് നമ്മളെ കണ്ണുകളെ പിൻവലിക്കാൻ കഴിയും, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അല്ലെ, യൂസുഫ് അലൈഹി ഇസ്ലാമക്ക് അവസരം കിട്ടി. യൂസുഫ് അലൈഹി ഇസ്ലാമക്ക് അവസരം കിട്ടിയപ്പോ യൂസുഫ് അലൈഹി ഇസ്ലാം എന്താ ചെയ്തത്? യൂസുഫ് അലൈഹി ഇസ്ലാം അദ്ദേഹം നോ പറഞ്ഞ് ഇറങ്ങിപ്പോന്നു. ഇതേ നിലവാരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. വേറെ ഒരു സ്വഹാബിയുടെ ഒരു വ്യക്തിയുടെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഇരുന്നു, ആ പെണ്ണിത്തക്കില്ല എന്ന് പറഞ്ഞപ്പോ അതാ അദ്ദേഹം എഴുന്നേറ്റ് പോരുകയാണ്. അങ്ങനെ തിന്മകളിൽ നിന്ന് സ്വയം നിയന്ത്രിച്ച് പോകാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയും. ഇസ്ലാം ഭീകരവാദമാണെന്ന് പറയുമ്പോൾ മറുപടി നമുക്ക് ഓർമ്മ വരണം. ബന്ദികളായ വ്യക്തികളെയും കൊണ്ട് യുദ്ധം കഴിഞ്ഞു വരുന്ന ആളുകളോട് റസൂലുള്ളാഹി പറഞ്ഞു, ഇസ്തൗസൂബിൽ അസാരി ഖൈറ, നിങ്ങൾ ബന്ദികളോട് മാന്യത പാലിക്കണം. എന്താ ചെയ്തത്? ലോക ചരിത്രത്തിൽ ഒരു യുദ്ധത്തിലും ഒരു പട്ടാളക്കാരനും ചെയ്യാത്ത കാര്യം ചെയ്തു. എന്താ? ബന്ദികളെ കയ്യാമം വെച്ച് നടത്തിയിരുന്ന ആളുകൾ ഒട്ടകപ്പുറത്ത് നിന്ന് അവരിറങ്ങിയിട്ട് ഈ ബന്ദികളുടെ കയ്യാമം അഴിച്ചിട്ട് അവരവിടെ ഇരുത്തി ഗസ്റ്റുകളാക്കി മദീനത്തേക്ക് കൊണ്ടുവന്നു. ലോക ചരിത്രത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? മരിച്ചു കിടക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും കണ്ടപ്പോൾ പൊട്ടിത്തെറിച്ചു. മരിച്ചു കിടക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും കണ്ടപ്പോൾ പൊട്ടിത്തെറിച്ചു പ്രവാചകൻ. ആരാ ഇത് ചെയ്തതെന്ന് ചോദിച്ചു. സൈന്യാധിപൻ അവിടുന്ന് മാറ്റി, ഉത്തരവാദിത്തത്തിൽ നിന്ന് പുറത്താക്കി പ്രവാചകൻ. അല്ലെ, മക്കത്തേക്കാണ് കിടക്കുമ്പോ ഒരിത്തിരി അമിതാവേശം വന്നു സർവ്വസൈന്യാധിപന്. ആരാ? അബൂ സുഫിയാനെ കണ്ടു. ഇസ്ലാമിക സമൂഹത്തെ പിന്നിൽ നിന്ന് കുത്തിയ അബൂ സുഫിയാനെ കണ്ടപ്പെടാ, നിനക്കൊക്കെ വെച്ചിട്ടുണ്ട്, ഇന്ന് ഇറച്ചികളിന്റെ ദിവസമാണെന്ന് പറഞ്ഞു. പ്രവാചകന്റെ ശബ്ദം അതിലേറെ ഉച്ചത്തിൽ ഉയർന്നു. ഇന്ന് റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ ദിവസമാണെന്ന് പ്രവാചകൻ തിരുത്തി. ഈ പാഠങ്ങളൊക്കെ റീൽസായി ഷോർട്സായി ടൈം ലൈനുകളിൽ വാട്സാപ്പുകളിൽ പ്രചരിപ്പിക്കേണ്ട കാലാണിത്. നമുക്ക് എത്രത്തോളം പറ്റുന്നുണ്ട്? വളരെ കൃത്യമായി രാവിലെ 8 മണിക്ക് ത്രിപുരയിലെ 40 ലക്ഷം ആളുകൾക്ക് നമ്മുടെ ആളുകൾ വാട്സപ്പ് മെസ്സേജ് കൊടുക്കുന്നുണ്ട് എന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയെ പറഞ്ഞു. എന്നിട്ട് അവിടുത്തെ ഒരു വലിയ ബീഹാറിലെ ഇന്ത്യയിലെ വളരെ ഉന്നതനായ ഒരു പൊളിറ്റീഷ്യനെയും അദ്ദേഹത്തിന്റെ മോനെയും പറ്റിയിട്ട് മോനെ അച്ഛനെ തച്ചു എന്ന് നമ്മളൊരാളങ്ങോട്ട് വിട്ടപ്പോ അത് മൊത്തം
എല്ലായിടത്തും എത്തി സത്യമാണ് ആൾക്കാർ വിചാരിച്ചു. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയണില്ല. പബ്ലിക്കായി ആളുകളെ കൊണ്ട് ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കുന്ന കാലത്ത് നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. ഏറ്റവും അവസാനത്തെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, നിരാശയും ഭയവും ദുഃഖവുമല്ല സുഹൃത്തുക്കളെ നമ്മളെ നയിക്കേണ്ടത്. എപ്പോഴും ഇങ്ങനെ നിരാശപ്പെട്ട് ദുഃഖപ്പെട്ടിരിക്കല്ല, പേടിച്ച് വിറച്ചിരിക്കല്ല. എല്ലാറ്റിലും ഒരു ശുഭപ്രതീക്ഷ വേണം. നമ്മൾ ക്യാൻസർ രോഗിയായി ഇങ്ങനെ 4th സ്റ്റേജ് കഴിയുകയാണെങ്കിൽ പോലും അവിടെ ഒരു ശുപാർശ, ഒരു സൽപ്രതീക്ഷ വേണം. കാറ്റടിച്ച് റബ്ബർ മരം മുഴുവൻ പൊളിഞ്ഞു വീണു വിചാരിച്ചോ, നമുക്കൊരു ശുഭപ്രതീക്ഷ വേണം. നമ്മുടെ മുന്നിൽ ഒരാളിങ്ങനെ മരണത്തിന്റെ വക്കിലേക്ക് നീങ്ങാണ്, അവിടേക്ക് നമുക്കൊരു ശുഭപ്രതീക്ഷ വേണം. വിശ്വാസിക്കുണ്ടല്ലോ ശുഭപ്രതീക്ഷ. എന്താ? ശരിയായ രീതിയിൽ ഈ രോഗത്തെ കണ്ട് ഞാൻ മരിച്ചാലും എനിക്ക് സ്വർഗമുണ്ട്, അല്ലേ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ്. കഅബാലയത്തിന്റെ അരികിൽ പ്രവാചകൻ ചാരിയിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിയേറ്റ് മുറിവ് കാണിച്ച സുഹാബിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അവരോട് പറഞ്ഞ അടുത്തൊരു വാചകമുണ്ട്, വല്ലാഹി ലാ യതിമന്ന അല്ലാഹു ഹാദൽ അംർ ഹത്താ യസീറു റാകിബു മിൻ സനആ ഇലാ ഹദ്റമൗത്ത്. സനആ മുതൽ ഹദ്റമൗത്ത് വരെ 100 കണക്കിന് കിലോമീറ്ററുകൾ ഒരു യാത്രികൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യും. അയാൾക്ക് അയാളുടെ ആട്ടിൻകൂട്ടത്തെ കടിക്കുന്ന പട്ടിയല്ലാതെ വേറെ ആരെയും പേടിക്കേണ്ടി വരില്ല. റബ്ബിനെ മാത്രം ഭയന്ന് യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടം വരുന്നേ. എന്ത് ദുർബലതയിലായി പറയണത്. അതിന്റെ തൊട്ടു മുന്നത്തെ ആഴ്ചയാണ് ആയിരിക്കും തീർന്നത് അദ്ദേഹത്തിന്റെ സ്വഹാബിമാരിൽപ്പെട്ട ചിലരുടെ കഴുത്ത് ഉടലിനോട് വേർപെട്ടത്. അത്രയും പ്രതിസന്ധിയിൽ നിന്നപ്പോഴും വരാനിരിക്കുന്ന ശുഭപ്രതീക്ഷയുടെ ദിവസങ്ങളെയാണ് പരിചയപ്പെടുത്തിയത്. ഖന്തക്കിന്റെ കിടങ്ങിന്റെ പണി തീരാൻ നിൽക്കുമ്പോഴാണ് അവിടുന്ന് ഇങ്ങോട്ട് ആള് വരാതിരിക്കാൻ ആ ഖന്തക്കിന്റെ കിടങ്ങ് വീഴ്ചത്, അല്ലേ? എന്നാലോ ഇവിടുന്ന് ഉള്ളിൽ തന്നെ പുതിയ ശത്രു ഉണ്ടായിട്ടുണ്ട്. ജൂതൻ പറ്റിച്ചു. വിവരറിഞ്ഞ് സ്വഹാബത്ത് തളർന്നിരിക്കുമ്പോ പിക്കാസ് എടുത്ത് വെട്ടണ പ്രവാചകന്റെ പിക്കാസിന്റെ അറ്റം പാറയിൽ തട്ടി തീ ഇങ്ങനെ വന്നപ്പോ ആ തീയിൽ നോക്കിയിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇതിൽ ഞാൻ കിസ്രയുടെയും കൈസറിന്റെയും അധികാര സിംഹാസനങ്ങൾ നിങ്ങൾ പിടിക്കുന്ന നാള് ഞാൻ കാണുന്നുണ്ട് എന്ന്. അവിടെയും നമ്മൾ കുടുങ്ങിയാൽ ഒഞ്ഞിപ്പം എന്താ ചെയ്യാ? നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പോയാ നമ്മളെല്ലാവരും പ്രതിയാക്കിയിട്ടാണ് സങ്കടം പറയലാണ്. പ്രവാചകൻ ഒരിക്കലും അതില്ല. ഹിജറക്ക് പോകുമ്പോ മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹിജറക്ക് പോകുമ്പോ പിന്നിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ വന്ന വ്യക്തി മറിഞ്ഞു വീഴാണ്. അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു പ്രവാചകൻ. അവിടെ വെച്ച് അത് ഇസ്ലാം സ്വീകരിച്ചു. അന്ന് പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാനിപ്പോ ഹിജറ പോവാണ്, എന്റെ ജനത എന്നെ ആട്ടി ഓടിച്ചിട്ട്. പക്ഷേ കിസ്രയുടെ കൈസറിന്റെ സിംഹാസനത്തിലെ അവനിരിക്കുമ്പോ വെക്കുന്ന തലപ്പാവ് നിന്റെ തലയിലും കൈവളകൾ നിന്റെ കയ്യിലും അണിയിക്കുന്ന ഒരു കാലം വരും. ആരാണ് ഈ പറയണത്? ജനത കൊല്ലണത് ഭയന്നിട്ട് റബ്ബ് നിർദ്ദേശിച്ചത് പ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ ഹിജറ പോകുമ്പോൾ പറഞ്ഞതാണിത്. അതുകൊണ്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്ക് നമ്മളാകെ പ്രതിസന്ധിയിലാണ്. കോടതി പ്രശ്നമാണ്, അത് പ്രശ്നമാണ്, ഇത് അങ്ങനെ വിചാരിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ വിചാരിക്കുന്നിടത്തോളം നമ്മുടെ ഭയമാണ് നമ്മുടെ ശത്രുവിന്റെ വിജയമെന്നത് കാണാൻ നമുക്ക് പറ്റണം. രോഗമാണെങ്കിൽ എന്ത് ചെയ്യും? ഈ 4-3 കുട്ടികളെയും കൊണ്ട് ഇവിടെ എന്താവും, ഞാൻ മരിച്ചാലും ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് സൈക്കോ ആണ് മനുഷ്യന്മാരെ നമുക്കറിയാം, അല്ലെ? മൂപ്പര് മരിച്ചുപോയ ഞാൻ എന്ത് ചെയ്യും ആലോചിച്ച് സൈക്കോ ആണ് മനുഷ്യന്മാരെ അറിയാം. അള്ളാഹു ഓരോരുത്തർക്കുള്ള റിസ്ക് സുഹൃത്തുക്കളെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഓർക്കാൻ നമുക്ക് പറ്റണം. 5ാമത്തെ കാര്യം എന്താ അറിയും? കുടുംബത്തെ കൂടെ കൂട്ടണം എന്നതാണ്. കുടുംബത്തെ കൂടെ കൂട്ടണം. പിന്നെ ഏത് കാര്യത്തിലും നമുക്ക് കുടുംബത്തെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റണം. ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ. നിങ്ങളും നിങ്ങളുടെ ഇണകളും സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറയുമ്പോൾ നമ്മൾ അവളുടെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് കൊണ്ടുവന്നതുപോലെ കൈപ്പിടിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് നമ്മുടെ കുടുംബത്തിലും മക്കളിലുമൊക്കെ ആവശ്യമായ ഇടപെടലുകൾ നടത്തണം. അവരെ ക്ലാസ്സുകൾക്ക് എത്തിക്കണം. അവർക്ക് ക്ലാസ് അങ്ങോട്ട് കൊടുക്കണം. അവരോട് തെറ്റലല്ല പരിഹാരം. ഓളോളെ വൈക്കും ഞാൻ എൻ്റെ വൈക്കും പോയിക്കോട്ടെ എന്ന് തീരുമാനിച്ചുകൂടാ. കാരണം നമ്മൾ നിസ്കരിച്ചാല് നമ്മളുടെ മയ്യത്തിന്റെ അരികിൽ റഹ്മത്തിന്റെ മലക്ക് വരാത്ത പല പരിപാടി ഉണ്ടാക്കി വെക്കും, അല്ലെ? റസൂലുള്ളാഹിയോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ലക്ഷക്കണക്കിന് സ്വഹാബത്തോ ആചരിക്കാത്ത ആചാരങ്ങൾ വീട്ടിലുണ്ടാകാനുള്ള സാധ്യതയില്ലേ? ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ? നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും കണ്ണ് നിറച്ചു നോക്കി നിൽക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനുള്ള സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകും. അത്തരം സുരക്ഷിതത്വങ്ങളിൽ 1ാമത്തെ ഭാഗം നമ്മുടെ കുടുംബത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വാപ്പാനോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പിതാവേ, നിങ്ങൾ എന്തിനാണ് ഈ വിഗ്രഹത്തെ ഇങ്ങനെ ആരാധിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഇത്തരം മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു വഴി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. ജീവിച്ച് കാണിക്കണം നമുക്ക് നമ്മുടെ ദീന്. നമ്മുടെ അയൽവാസിക്കും ആളുകൾ കാണാൻ വേണ്ടിയല്ല. നമ്മളുടെ കച്ചവട സ്ഥാപനത്തിൽ ഒരാൾ വരുമ്പോ മുസ്ലിമിന്റെ കച്ചവട സ്ഥാപനമാകണം. നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് പോകുമ്പോ നമ്മൾ മുസ്ലിമായി ജോലിക്ക് പോകണം. നമ്മൾ ഒരു കടമിടപാട് നടത്തുമ്പോ അതിൽ ഇസ്ലാം കാണണം.
നമ്മൾ അങ്ങാടിയിൽ വെച്ച ഒരാളെ കാണുമ്പോൾ അവിടെ ആ പുഞ്ചിരി ഉണ്ടാകണം. ഒരു മുസ്ലിം യഥാർത്ഥത്തിൽ എന്താണോ അത് നമ്മളായി കഴിഞ്ഞാൽ ഇവിടെ ആർക്കും നമ്മളെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പറ്റൂല. ഒരു കലാപവും ഇവിടെ വർക്കൗട്ട് ആവൂല. ഒരു കലാപവും ഇവരുടെ ഒന്നും നെഞ്ചിൽ കത്തിവെക്കാനുള്ള ത്രാണി എനിക്കില്ലെന്ന്, അതിനെ ഞാൻ എതിർക്കുമെന്ന് ഉറക്കെ പറയുന്ന സാഹചര്യം ഉണ്ടാകും. സുഹൃത്തുക്കളെ, കമ്പാർട്ട്മെന്റായി മാറുന്നുണ്ട്. നമ്മൾ ഒരിക്കലും അതിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല. ആളുകൾ ചേരിതിരിയുന്നുണ്ട്. വാട്സാപ്പിലേക്ക് അത്രയും വൃത്തികെട്ട സാധനങ്ങളാണ് പോകുന്നത്. ഇന്ന ഇബ്രാഹിം ലഅവ്വാഹുൻ ഹലീം, ഇബ്രാഹിം സഹനശീലമുള്ളവനും താഴ്മയുള്ളവനുമായിരുന്നുവെന്ന് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവിടെ പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത്, വാട്സാപ്പിൽ തോണ്ടിയിരിക്കുന്ന ഒരു ദിവസമാകരുത്. ആവശ്യമായ സന്ദർശനങ്ങൾ നടക്കണം. അതുപോലെ തന്നെ പലപ്പോഴും ഈദ് ഖുതുബകൾക്കടക്കം വരാൻ കഴിയാതെ കിടപ്പ് രോഗികളുണ്ട്, അവരെ പോയി കാണണം. വിധവകൾക്ക് ഒരു ആശ്വാസവാക്ക് നമ്മുടെ വക എത്തണം. വയോധികർക്ക് അവരുടെ കൂടെ സമയം ചെലവിടാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം മനോഹരമാക്കണം. ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ ആ പിണക്കങ്ങൾ നമ്മൾ പരിഹരിക്കണം, ആ പിണക്കങ്ങൾ നമ്മൾ തീർക്കണം. അതിനിയും ദിവസം വെക്കരുത്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ആളുകളായി പുത്തനുടുപ്പ് ധരിച്ച് ഈ പള്ളിയിലും മുസല്ലയിലും ഈദ്ഗാഹിലും ഒക്കെ പോകുന്നവർ അരയിൽ ഏലസ് കെട്ടി, കഴുത്തിൽ ഏലസ് കെട്ടി, ആ മുട്ടയിലെഴുതി കുഴിച്ചിട്ട് അവർ അല്ലാഹു അക്ബർ പറഞ്ഞാൽ ആ അല്ലാഹു അക്ബർ കൊണ്ടൊരു കാര്യമല്ല. ഒരിക്കലും കാര്യമില്ലെന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു. മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, പുത്തനുടുപ്പും അത്തറും നല്ല ചോറും ആളും ബഹളൊക്കെ എന്നുണ്ട്. പെരുന്നാളിൻ്റെത് പെരുന്നാളാകണമെങ്കിൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമെ ഓർക്കുന്നതാകണമെങ്കിൽ നിലപാടുകളിൽ ഉറക്കുകയും തീരുമാനങ്ങൾ ശക്തിപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. കുട്ടികളോട് പറയാനുള്ളത്, നന്നായിട്ട് പഠിക്കണം. ഫാഷിസത്തിനും ഇസ്ലാമോഫോബിയക്കുമുള്ള നല്ല മരുന്നതാണ്. പഠിക്കണം, പഠിച്ച് ഉന്നത സീറ്റുകളിൽ എത്തണം. ബ്യൂറോക്രസിയാണ് രാജ്യം നിയന്ത്രിക്കുന്നത്, ബ്യൂറോക്രാറ്റുകളുടെ സീറ്റുകളിലേക്ക് എത്തണം. ഉമ്മമാരോട് പറയാനുള്ളത്, കുട്ടികളുടെ പുതിയ കാലം മനസ്സിലാക്കി പാരന്റിങ്ങിന് പഠിക്കണം. എങ്ങനെ കുട്ടികളെ വളർത്തണമെന്നത് പഠിക്കണം. രക്ഷിതാക്കളോട്, ആണുങ്ങളോട് പറയാനുള്ളത്, ആകെ ചെലവിന് കൊടുക്കൽ മാത്രമല്ല നമ്മുടെ ഡ്യൂട്ടി. വീട്ടിന്റെ ഉള്ളിൽ നമുക്ക് റോളുണ്ട്. അവരുടെ അവസ്ഥയും സാഹചര്യവും അനുസരിച്ച് കാര്യങ്ങൾ നോക്കണം. സ്വന്തം ഭാര്യ അവർക്ക് പീരിയഡ്സ് ആകുന്ന ഒരു സമയത്ത് ഉള്ളതുപോലെ അല്ലാത്തൊരു സമയം, ഇങ്ങനെയൊക്കെ വേർതിരിച്ചെടുത്ത് കുടുംബജീവിതത്തെ ഭദ്രമാക്കാൻ, ഭംഗിയാക്കാൻ നമുക്ക് കഴിയണം. ഇങ്ങനെയുള്ള വഴികൾ സ്വീകരിച്ചുകൊണ്ട് നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസത്തെ ധന്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ യഥാർത്ഥ മൂമിനുകളിൽ, മുഖ്ലിസുകൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ആ തത്വത്തെ പൂർണ്ണമായി ജീവിതമാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തെമ്പാടും വേദന അനുഭവിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കൾക്ക് അള്ളാഹു സംരക്ഷണത്തിന്റെ തുരുത്തുകളെ കൊടുക്കുമാറാകട്ടെ. വിവേകമുള്ള നേതൃത്വങ്ങളെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വീടുകളിൽ നാട്ടിയോടിക്കപ്പെട്ടവർക്ക് അവരുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖിനെ കൊടുക്കുമാറാകട്ടെ. പാലത്തിന്റെ ചോട്ടിലും ഓവുചാലുകളിലും വീടായി ജീവിക്കുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അടക്കമുള്ളവർക്ക്, ഫലസ്തീനിലെ ഒലീവ് തോട്ടങ്ങളിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട മുസ്ലിം ജനസമൂഹങ്ങൾക്ക് ഒക്കെ അള്ളാഹു അവരുടെ നാടുകളുടെ ആധിപത്യത്തെ തിരിച്ചു കൊടുക്കുമാറാകട്ടെ. ലോകത്തെമ്പാടും ഇസ്ലാമിന്റെ പ്രചാരണങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. വർഗീയ ലഹലകളിൽ നിന്ന് നമ്മുടെ നാടിനെ അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. നാനാജാതി മതസ്ഥരെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മഹാമാരികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പ്രത്യേകം പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോയവർ ഹജ്ജ് പൂർത്തീകരിച്ച് എത്രയും സന്തോഷത്തോടെ മബ്റൂറായ ഹജ്ജിന്റെ അവകാശം നേടി നാടണയാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അവസാനത്തെ ഹാജ് പോകുന്നത് വരെയും പിന്നെയും ഹറമിനെയും അതിന്റെ പരിശുദ്ധിയെയും അതിന്റെ സംരക്ഷണത്തെയും അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين وصلى الله عليه وسلم.